ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ക്യാരറ്റ് മിഠായി തയ്യാറാക്കിയാലോ. അതിനു വേണ്ടി കുറച്ച് തേങ്ങ തിരുമിയത് എടുത്തിട്ടുണ്ട്. പിന്നീട് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്ട് മാക്സിമം കുറച്ച് ചേർക്കണേ. പിന്നെ വാനില എസൻസ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കാം. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഈ എസൻസ് ചേർക്കുമ്പോഴാണ്. അതുള്ളവർ അത് തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ വേണ്ടത് നെയ്യ്. അതും ഒഴിവാക്കുന്നവർക്ക് ഒഴിവാക്കാം. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യത്തിന് നെയ്യൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഞാനിവിടെ അതും ചേർക്കുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ട് വേണ്ടത് ക്യാരറ്റ്. അപ്പോൾ 2 മീഡിയം സൈസ് ക്യാരറ്റാണ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുന്നത്. പിന്നീട് പഞ്ചസാര ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ. പകരം പനങ്കൽക്കണ്ട് ഉരുക്കി അലിയിച്ച് വെച്ചേക്കുന്നതാണ് അത്. ഒരു പാത്രം ചൂടാക്കി, ഒരു പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നെയ്യ്, ഒരു 1.5 സ്പൂൺ നെയ്യ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ രുചി ഇഷ്ടമില്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പിന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാരറ്റ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ പാടുള്ള ജോലിയൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മിഠായിയാണ് കേട്ടോ. അതിലോട്ട് ഞാൻ തിരുമ്മി വെച്ചേക്കുന്ന തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചേർക്കാം. എത്രത്തോളം ചേർക്കും അത്രത്തോളം നല്ലതാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അതിനൊരു പ്രത്യേക ടേസ്റ്റ് കൂടുന്നുണ്ട് തേങ്ങയുടെ ഇതും കൂടെ ആകുമ്പോൾ. അപ്പോൾ അത് ഞങ്ങൾക്ക് പ്രത്യേക കണക്കൊന്നും പറയുന്നില്ല. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഒരു 3 സ്പൂൺ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 സ്പൂണേ ഞാൻ ചേർത്തുള്ളൂ. ബാക്കി ഞാൻ പനങ്കൽക്കണ്ട് ചേർക്കുകയാണ്. കാരണം ഞാനിവിടെ മോന് മാക്സിമം ഷുഗർ ഒഴിവാക്കാറുണ്ട്. കൂടുതലും ഈ പനങ്കൽക്കണ്ട് തന്നെയാണ് അവന് ഞാൻ കൊടുക്കാറുള്ളത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല ഷുഗർ കൊടുക്കുന്നത്. അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല നിങ്ങൾക്ക്. അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കുക. ഓക്കെ, ഇനി എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു മൂടി വെച്ച് അടച്ചിതിനെ വേവിച്ചെടുക്കാം. ഇതിലെ വെള്ളമൊന്നും പ്രത്യേകം ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ചേർക്കുന്നതിന് പകരമായിട്ട് പാല് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒത്തിരിയൊന്നും വേണ്ട. എന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്ത് ഈ പനങ്കൽക്കണ്ടിൻ്റെ പകരം കുറച്ചുകൂടെ പഞ്ചസാര നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ചേർത്തു. എന്നിട്ട് പോലും നോക്കിയേ, ആ ക്യാരറ്റിൽ നിന്നുള്ള വെള്ളവും എല്ലാം കൂടെ ആകുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കും. അപ്പോൾ ഇതിനി നന്നായിട്ട് ഇതിലെ വെള്ളം എല്ലാം വറ്റി വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്കൊന്ന് അടി പിടിക്കാതെ ഇളക്കി കൊടുക്കുകയും വേണം. നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാനുള്ള ആ ഒരു പരുവാവണം. അപ്പോൾ ക്യാരറ്റിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. കുഞ്ഞുങ്ങൾക്ക് കാഴ്ചശക്തി കിട്ടുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്യാരറ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ദിവസവും കുറച്ച് ക്യാരറ്റ് കൊടുത്ത് അവരുടെ കാഴ്ചശക്തി കൂട്ടാനൊക്കെ സഹായിക്കും കേട്ടോ. അതിനകത്ത് വിറ്റാമിൻ എയും സിയും കെയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം കൊടുക്കാൻ നോക്കുക. അത് ഈ ഒരു മിഠായി പരുവത്തിലൊക്കെ ആകുമ്പോൾ അവർ കഴിച്ചോളും. അപ്പോൾ ഇവിടെ വാനില എസൻസും കൂടെ ഞാൻ 1 സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് അതിനകത്ത് കട്ട പോലെ ഉള്ളതൊക്കെ നന്നായിട്ട് ഉടച്ച് എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് ഇതെല്ലാം ഉടച്ച് കുഴച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഉരുട്ടിയെടുക്കുന്ന പരുവത്തിന് ആവണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന പരുവത്തിൽ ആക്കിയെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് മതിയാവും. ഇനി എന്താണ്, ഒന്നുകിൽ ഒരു പാത്രത്തിൽ നിങ്ങൾ ഏതിലാണോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലൊരു നെയ്യോ ബട്ടറോ എന്താണെന്ന് വെച്ചാൽ തേച്ച് അതിന് ആ ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്ത് വയ്ക്കാം. എന്നിട്ടൊരു 1 മണിക്കൂർ വരെയൊക്കെ റൂം ടെമ്പറേച്ചറിൽ, ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട കാര്യമില്ല, റൂം ടെമ്പറേച്ചറിൽ വച്ച് 1 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സ്ക്വയറോ ഇഷ്ടപ്പെട്ട രീതിയിൽ ഷേപ്പിൽ അതിനെ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. മോളും കൂടെ ചേർന്നിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചത് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ ഇളയ മോന് 2 വയസ്സാണ്. അവൻ ചേച്ചിയുടെ പുറകെ മുട്ടായി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. മോള് സ്പൂൺ കൊണ്ടൊക്കെ അതിന് സെറ്റ് ആവണതിന് മുമ്പേ തന്നെ വലിച്ചെടുത്ത് കഴിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ കൈ കൊണ്ട് അതിനെ ഉരുട്ടി ബോൾ പരുവത്തിലാക്കിയതാണ്. എന്നിട്ട് നിങ്ങളിങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുഞ്ഞുങ്ങൾ ഇഷ്ടത്തിന് കഴിക്കുകയും ചെയ്യും. അവർക്ക് ക്യാരറ്റിൻ്റെ ടേസ്റ്റ് ആണെന്ന് പോലും മനസ്സിലാവത്തില്ല കേട്ടോ. ഇത് നമ്മൾ ഈന്തപ്പഴമൊക്കെ കഴിക്കുന്ന പോലെയൊക്കെ ആ ഒരു ടേസ്റ്റൊക്കെയാണ് തോന്നുന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ മോനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്, എൻ്റെ മോനും മോക്കും ഒക്കെ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക, അവർ കഴിക്കുകയും ചെയ്യും. ക്യാരറ്റ് കഴിക്കാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ചോദിച്ച് വാങ്ങിച്ച് അവർ കഴിച്ചോളും കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണേ.